വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇവിടെ വരൂ. ഈ ഐലൻഡ് ആരുടേതാണ്? അങ്ങയുടെ തന്നെ ഇതെല്ലാം ആരുടേതാണ്? നിങ്ങളെയാണ് ബോസ്. പിന്നെ ഈ കാർണിവൽ ഐലൻഡ് മാത്രം എന്താ എന്റെ അല്ലാത്തത്? നിങ്ങളെയൊന്നും ഒന്നിനും കൊള്ളില്ല. എനിക്കിവിടെ ഈ കാർണിവൽ ഐലൻഡിൽ ഒരു ബേസ് ഉണ്ടാക്കണം. ലാൻഡ് സ്മഗ്ലിങ്ങിനും സീ സ്മഗ്ലിങ്ങിനും ഈ കാർണിവൽ ഐലൻഡിനേക്കാൾ നല്ല സ്ഥലം വേറെ ഇല്ല. ഈ ഒരു ഐലൻഡ് മാത്രമാണ് ഇതിന് പറ്റിയ സ്ഥലം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പറ്റിയ സ്ഥലം. ഇന്നുവരെ എന്തുകൊണ്ട് എനിക്ക് ഈ ഐലൻഡ് വാങ്ങാൻ സാധിച്ചില്ല? ഞങ്ങൾ മുത്തശ്ശനോട് ഒരുപാട് തവണ സംസാരിച്ചു. എത്ര പൈസ വേണേലും കൊടുക്കാമെന്നൊക്കെയാ പറഞ്ഞു, എന്നാലും സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ കുട്ടികളുടെ ഭാര്യയുടെ ഓർമ്മയാണ് ഐലൻഡ്. അത് അയാൾ ഒരിക്കലും വിൽക്കില്ല. ഈ കണ്ണുനീർ മുതലയുടേതല്ല, മഗ്രാളുടേതാണ്. ഈ കണ്ണുനീർക്ക് അവരെല്ലാം ഉത്തരം തന്നേ മതിയാവൂ. മുത്തശ്ശന് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവരുടെ അടുത്തേക്ക് തന്നെ അയച്ചേക്ക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, കാർണിവൽ ഐലൻഡിൽ ഇത്തവണ കാർണിവലുകളുടെ 25ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൽ ഫുർഫുറി നഗരത്തിന്റെ ഫ്ലോട്ടും അവതരിപ്പിക്കുന്നുണ്ട്. പൊളിച്ചടത്തല്ലോ. മോട്ടുപത്തിൽ എവിടെ പോയി? ഫ്ലോട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞല്ലോ. അവരെ ഇതുവരെ കണ്ടില്ല. മോട്ടുപത്തിൽ ഒന്ന് പെട്ടെന്ന് വരൂ ചങ്കള്.
ജഡ്ക, ഞങ്ങൾ 2 മിനിറ്റിനുള്ളിൽ എത്തും. പത്തിലു സ്കൂട്ടർ നോക്കിക്കോണേ. സോറി സോറി. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടുപത്രം ഇതുവരെ വന്നില്ല. ഞങ്ങൾ മോട്ടുവും പത്തലും മുത്തച്ഛനെ ഞങ്ങളുടെ ഫ്ലോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ സന്തുഷ്ടരാണ്, കാരണം നിങ്ങൾ നിങ്ങളുടെ കാർണിവലിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന്. താങ്ക് യു സാറേ, താങ്ക് യു. നിങ്ങളുടെ ഫ്ലോട്ട് മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ ഈ പാവകളെ കണ്ടാൽ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. എന്ത്? തേനീച്ചയുടെ കുത്തേറ്റ് പാവയുടെ മൂക്ക് ചുവന്നിരിക്കുന്നു. ശരിക്കും ഒറിജിനൽ ആണെന്ന് തന്നെ തോന്നുന്നു. ശരിക്കും ഇതൊരു മനുഷ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. മുത്തശ്ശ, ഇത് പ്രതിമയല്ല, സത്യമാണ്. ഭയങ്കരമായിരിക്കുന്നു, ഭയങ്കരം. നിങ്ങൾ മനുഷ്യന്മാരെ പാവകളാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മുത്തശ്ശ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഞങ്ങൾ ബൊമ്മയെ പോലെ വേഷം കെട്ടി വന്ന് നിന്നാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. വളരെ നല്ലത്, വളരെ നല്ലത്. ഐ ലൈക്ക് ഇറ്റ്. കാർണിവൽ ഐലൻഡിൽ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ടാകും. എല്ലാവരും കേൾക്കുക, എല്ലാവരും ടെന്റുകളിൽ നിന്നും പുറത്തേക്ക് വരിക. മുത്തശ്ശൻ വരുന്നുണ്ട്. അല്ല, ആരും ക്യാമ്പ് ഫയർ കത്തിച്ചില്ലേ? എന്നാ ശരി, ഞാൻ തന്നെ അങ്ങ് കത്തിച്ചേക്കാം. പൊളിച്ചെടുത്തല്ലോ. എന്താ പെട്ടെന്ന് ഭയങ്കര ചൂട് തോന്നുന്നേ? എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് മുന്നിൽ ഭയങ്കര തണുപ്പായത് കൊണ്ട് പിന്നിൽ നമുക്ക് ചൂട് തോന്നുന്നതാണ്.
എന്റെ അത്തിപ്പാറ അമ്മച്ചി പുറകിൽ നിന്ന് ചൂട് കൂടി വരികയാണല്ലോ ചങ്കുകളെ. മോട്ടും പത്രും എല്ലാവരുടെയും പുറകെ തീ പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടിപ്പോ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാ. അതെ, ഇതേതായാലും കൊള്ളാം, കാണാൻ നല്ല രസമായിട്ടുണ്ട്. സോറി സോറി, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. നിങ്ങളെ എല്ലാവരെയും കാർണിവൽ ഐലൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു കാർണിവൽ ഐലൻഡ്. ടാബ്ലോ ഫ്ലോട്ടുകളുടെ മത്സരം ആരംഭിക്കുന്നു. ആരുടെ ഫ്ലോട്ടാണോ ഏറ്റവും നല്ലത്, എല്ലാ വർഷത്തെയും പോലെ 25 അല്ല $50,000 സമ്മാനമായി ലഭിക്കുന്നു. നാളെ രാവിലെ നിങ്ങളെ എല്ലാവരെയും കാർണിവൽ ഐലൻഡിൽ ബൈ എയർ ഞാൻ കറങ്ങാൻ കൊണ്ടുപോകാം. അതാ കണ്ടോ, ആ നടുക്ക് കാണുന്നതാണ് നമ്മുടെ കാർണിവൽ ഐലൻഡ്. പിന്നെ അവിടെ ആ കാണുന്നതാണ് സ്കോർപിയൻ ഐലൻഡ്. പിന്നെ ഇതാണ് ക്രോക്കോഡൈൽ ഐലൻഡ്. മനസ്സിലായോ? ഇതിനെയാണ് ടൈഗർ ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലയൺ ഐലൻഡ്. പിന്നെ ഇതാണ് അനക്കോണ്ട ഐലൻഡ്. ആ കാണുന്നതാണ് ഡൈനോസോർ ഐലൻഡ്. അല്ല, ഇത്രയും ഭംഗിയുള്ള ഐലൻഡിനൊക്കെ എന്തിനാ ഇത്രയും പേടിപ്പിക്കുന്ന പേരുകൾ വെച്ചിരിക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥനും പേടി തോന്നുന്ന ആളാണല്ലോ. ആ ഐലൻഡിൽ ആരും വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നു, സ്മഗ്ലിംഗ് ഇഷ്ടവിനോദവും. അതുകൊണ്ട് തന്നെ എന്റെ ഐലൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അയാൾ എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അയാളുടെ പേരെന്താണ്? മഗ്രാൽ. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് വിശപ്പുണ്ടോ? കഴിച്ചോ. ഗസ്താറാംജി, ഒന്നിന് കൊടുത്താൽ ഇനിയും ഒരുപാടെണ്ണം വരും. കൊടുക്കണ്ട. എനിക്ക് കടൽ പക്ഷികളെ കഴിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നീ കഴിച്ചോ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇപ്പൊ നിന്റെ 20 വർഷത്തെ അനുഭവം എവിടെ പോയി വസിട്ട്? ബൈ ബൈ. ഇനി നിങ്ങൾ തനിയെ രക്ഷപ്പെട്ടോളൂ. അല്ല പത്തിലോ, ഈ പൈലറ്റ് എന്തിനാ എടുത്ത് ചാടിയത്? എനിക്കറിയില്ല. നീ വേണമെങ്കിൽ പൈലറ്റിന്റെ അടുത്ത് പോയി ചോദിക്കേ. തനിക്ക് പ്ലെയിൻ എന്താ നേരെ ഓട്ടിക്കാൻ അറിയില്ലേ? എന്നാ പിന്നെ ഇന്നാ നീ തന്നെ മര്യാദയ്ക്ക് ഓടിക്ക്. എന്തിനാ ഹാൻഡിൽ പറിച്ചെടുത്തത്? ഇനി എങ്ങനെ പ്ലെയിൻ ഓടിക്കാൻ സാധിക്കുക?
മോട്ടു പത്ലു, നിങ്ങൾ സത്യത്തിൽ നല്ല മിടുക്കന്മാര് തന്നെയാ. എന്നെ രക്ഷിച്ചതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. മെനി മെനി താങ്ക്സ്. എന്നാലും ആ പൈലറ്റ് എന്തിനാ ഇതിന്ന് എടുത്ത് ചാടിയത്? ഇതെല്ലാം ആ മഗ്രാലിന്റെ പണിയാണ്. എന്റെ കാർണിവൽ ഐലൻഡ് അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ്. എന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി ഒരിക്കൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരില്ല. അവന്റെ ഒരു പണി ഇവിടെ നടക്കില്ല. വരും പത്ലു, അവനെ കാണേണ്ടതുപോലെ കണ്ടിട്ട് വരാം നമുക്ക്. മുത്തശ്ശൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മോത്തു പത്തലുമാണ് അവരെ രക്ഷിച്ചത്. അവരില്ലാതെ അത് ബുമ്മെന്ന് പൊട്ടിയേനെ. ശരിയാ ബഗ്രാലെ, അവന്മാരെ ഡിഷു ചെയ്ത് അവരെ രക്ഷപ്പെടുത്തി. ആ പൈലറ്റിന് പിസ്റ്റോൾ അല്ലേ ഈ പണി ഏൽപ്പിച്ചത്? അവനെ തീറ്റിക്ക്. വേറെ എന്താ കൊടുക്കേണ്ടത് ബോസ്? ഇഡ്ലി, മസാല ദോശ, നെയ് റോസ്റ്റ്, ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, ലോലിപോപ്പ്, ചില്ലി ചിക്കൻ, പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, വേറെ എന്താ വേണ്ടത്? ഇതിനു മുമ്പ് ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്നോ? അതെ മഗ്രാൽ, പക്ഷെ താങ്കൾക്ക് അതെങ്ങനെ മനസ്സിലായി? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. തീറ്റിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് പിസ്റ്റോളിനെ പിടിച്ച് മുതലൊക്കെ ഇട്ട് കൊടുക്കാനാണ്. അവൻ അവന്റെ ജോലിയിൽ തോറ്റുപോയിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. വേണ്ട. ഒരവസരം കൂടി തരൂ മഗ്രാൽ, ഒരേ ഒരു അവസരം കൂടി തരൂ. മുത്തശ്ശന്റെ കാര്യം പിന്നെ നോക്കാം. ആദ്യം മോട്ടു പത്തലിന്റെ കഥ തീർക്കാൻ നോക്ക്. ചെല്ല്. ഒന്ന് തുടരാ മോട്ടുവിനെയും പത്ലുവിനെയും. വി ആർ ഹിയർ. ഓ, അപ്പൊ നിങ്ങളാണ് മോട്ടു പത്തലു അല്ലേ? തീർത്തുകളാവന്മാരെ. തനിക്ക് മുത്തശ്ശന് വേണേ പേടിപ്പിക്കാൻ പറ്റും, പക്ഷെ നിന്റെ ഈ വരട്ടിനൊന്നും ഞങ്ങൾ ഒരിക്കലും പേടിക്കില്ല. ഇതുപോലത്തെ കളിയൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്തെ കളിച്ച് മടുത്തതാണ്. ഇവിടെ വന്ന് താഴെ നോക്കി നടക്കാത്തവരൊക്കെ എന്നേക്കുമായി മുകളിലേക്ക് പോയിട്ടേ ഉള്ളൂ. താഴെയോ? താഴെ നോക്കിയാലെന്താ? താഴെ ഭൂമിയും മുകളിൽ ആകാശവുമല്ലേ?
അല്ല നിനക്ക് യാതൊരു മര്യാദയില്ലേ? ആ മുതലെങ്ങാനും ഞങ്ങൾ തിന്നിരുന്നെങ്കിലോ? നന്നായി, നിങ്ങൾ സ്വയം എന്റെ താവളത്തിലേക്ക് വന്നത് നന്നായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അതെ, ഞങ്ങൾ മനസ്സിലാക്കാനല്ല മനസ്സിലാക്കിപ്പിക്കാനാണ് വന്നത്. ഇനി കാർണിവൽ ഐലൻഡിൽ നീ എങ്ങാനും വന്നെന്ന് ഞാൻ അറിഞ്ഞാൽ അത് നിന്റെ നല്ലതിനായിരിക്കില്ല. മനസ്സിലായോ? ഇത് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും വാണിംഗ് ആണ്. ഇത് വെറും മുതലകളുടെ കണ്ണീരല്ല, മകരാളുടെ കണ്ണീരാണ്. ഈ കണ്ണുനീർക്ക് എന്നായാലും ആരെങ്കിലും ഉത്തരം നൽകിയേ പറ്റൂ. ബുള്ളറ്റ്, അവനെ തീറ്റിക്ക്. എന്താ കൊടുക്കേണ്ടത് ബോസ്? ഇഡ്ലി, മസാല ദോശ, നെയ്റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, മട്ടൻ ഫ്രൈ, ദാൽ ഫ്രൈ, എന്താ വേണ്ടത് ബോസ്? അതോ ചിക്കൻ കടായി, മട്ടൻ കടായി? നിർത്താനാ പറഞ്ഞ? അവന്മാർക്ക് തിന്നാൻ കൊടുക്കാനല്ല പറഞ്ഞ, അവരെ മുതലെ കെട്ടുകൊടുക്കാനാ പറഞ്ഞ. ചെല്ല്, ഒന്നും മിണ്ടാതെ പോയി വെള്ളത്തിൽ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഭൂമെന്ന് പറഞ്ഞ് തള്ളിയിടും. അല്ല ഞാനുണ്ടല്ലോ ഡിഷ്കു എന്ന് പറഞ്ഞ് വെടിവെക്കും. വെള്ളത്തിലേക്ക് ഇറങ്ങണ. എടോ, എത്ര നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക? ചെല്ല്, നിന്റെ ബോസിന്റെ ചെല്ല്. ഗേറ്റ് അടയ്ക്ക, അവന്മാർ രക്ഷപ്പെടാൻ പാടില്ല. ഇനി എങ്ങനെ ഗേറ്റ് തുറക്കാം? താക്കോൽ ഇപ്പൊ എന്റെ വയറ്റിനകത്താണ്. മക്രാൽ, ഓർമ്മയിലിരിക്കട്ടെ മക്രാൽ, ഇത് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും വാണിംഗ് ആണ്. ബുള്ളറ്റ് പോ, അവന്മാരെ കഥ തീർക്ക. സാമധാന ബന്ധഭേദം അതുകൊണ്ട് വേണം തകർക്കാൻ. സാമധാന ദണ്ഡഭേദമോ? ഇതെന്താ വല്ല പുതിയ ആയതോടാ ബോസേ? അത് നമ്മുടെ അടുത്ത് ഇല്ലല്ലോ. അതൊരു ചൊല്ലാടാ മണ്ട. എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം, പക്ഷെ അവന്മാരെ തീർക്കണം. ഏയ്, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. ക്രാങ്കോനെയും കൂടെ കൂട്ടിക്കോ. ക്രാങ്കോ ഒരിക്കലും തോൽക്കാറില്ല.
ഡ്രാക്കോ പോയി അവന്മാരെ രണ്ടുപേരെ തിന്നിട്ട് വാ ചെല്ല. ഇന്ന് നിന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അവന്മാര് തന്നെയാ. നന്നായിട്ട് കഴിക്കട്ടോ. അയ്യോ എന്റെ തലയുടെ എവിടെ പോയി? ഓഹോ ഈ പഞ്ഞിമെത്ത ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇങ്ങനെ വെറും തറയിൽ കിടന്നുറങ്ങുന്നത്? മോട്ടു മോട്ടു ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്റെ മോട്ടു നീ അതിന്റെ മുഖത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാ പിന്നെ നിന്നെ വെറുതെ വിടില്ല. വാ രഘു, വാ. നീ രണ്ടിടത്തിനെ തിന്ന് കഴിച്ചോ? വളരെ നല്ലത്, വെരി ഗുഡ്, അടിപൊളി. മഗ്രാൽ ഇത് കേൾക്കുമ്പോ വളരെ സന്തോഷമാവും. എന്റെ മോട്ടു എഴുന്നേൽക്ക്. മഗ്രാലിന്റെ മുതല നിന്നെ തിന്നാൻ വന്നിരുന്നു. പക്ഷെ നീ അതിനെ അടിച്ചോടിച്ചു. എന്താ ക്രാങ്കോയും തോറ്റുപോയി. അവരിപ്പോഴും ജീവനോടുണ്ട്. രണ്ടുപേരും ജീവനോടുണ്ട്. ക്രാങ്കോവിനെ തീറ്റിക്ക്. എന്താ കൊടുക്കേണ്ടത് ബോസ്? ചിക്കൻ ടിക്ക മസാല, ബാർബിക്യൂ ചിക്കൻ, ടാങ്കറി ചിക്കൻ, എന്ത് ചിക്കനാ ബോസേ? അല്ലെങ്കിൽ ബട്ടർ ടാങ്കറി ആണോ? എന്താ വേണ്ട ബോസേ? അവനെ മുതലേക്ക് ഇട്ടുകൊടുക്ക. പക്ഷെ മക്ര ഇവൻ തന്നെ ഒരു മുതലയല്ലേ? പറയുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യ. എല്ലാവർക്കുള്ള ശിക്ഷ ഒരേപോലെയാണ്. എന്റെ സ്വപ്നം പൂർത്തിയാവുമെന്ന് തോന്നുന്നില്ല. ആ ഐലൻഡ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. പോയി ഏതെങ്കിലും ഫ്ലോട്ടിന്റെ കീഴിൽ എന്തെങ്കിലും ബോംബ് വെക്ക. അത് പൊട്ടിത്തെറിച്ച് മുഴുവൻ ഐലൻഡും നശിക്കണം. പക്ഷെ ഈ ബോംബ് ഏത് സമയത്താണ് പൊട്ടേണ്ടതെന്ന് വെച്ചാൽ കാർണിവലിന്റെ അന്ന് രാത്രി ആളുകൾ കൂടുമ്പോൾ വേണം പൊട്ടേണ്ടത്. ഫ്ലോട്ട്സ് മുത്തച്ഛന്റെ മുമ്പിൽ വെച്ച് വേണം പൊട്ടിത്തെറിക്കാൻ. ഓക്കെ ബോസേ, അവന്മാർ അതൊക്കെ ചെയ്തോളൂ. ബോസ് പേടിക്കണ്ടേ. മുത്തശ്ശന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അയാളുടെ നാശം അയാളുടെ കണ്ണുകൊണ്ട് തന്നെ അയാൾ കാണാൻ പോവുകയാണ്. അതിനായി കാത്തിരിക്കാം.
മോട്ടു എഴുന്നേൽക്ക്, എന്നിട്ട് നോക്കത് ആരാണെന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശബ്ദം ഉണ്ടാക്കി നമ്മുടെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. വരൂ നോക്കാം. ദേ അത് കണ്ടോ, എനിക്ക് തോന്നുന്നു അത് ആരോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണെന്നാ. അവരിപ്പോ ദേ ഓടിപ്പോയി. വാ കിടന്നുറങ്ങാം. എന്റെ പത്തില് ഒരു കടയിലും സമൂസ കാണുന്നില്ലല്ലോ. എന്ത് സ്ഥലമായത്? ഇവിടെയുള്ള ആൾക്കാരൊന്നും സമൂസ കഴിക്കാറില്ലേ? അതിനിപ്പോ സമൂസ ഇല്ലെങ്കിൽ എന്താ? അങ്ങോട്ട് നോക്ക്, എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോ. മോട്ടു ദേ അത് നോക്ക്, രാത്രി അവനായിരുന്നു നമ്മുടെ ടെന്റിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. വാ നമുക്ക് അവനെ പിടിച്ചിട്ട് ചോദിക്കാം നമ്മുടെ ടെന്റിന്റെ പുറകിൽ അവൻ എന്തെടുക്കായിരുന്നു എന്ന്. ഹലോ, ഇന്നലെ രാത്രി മോട്ടു, ചോദ്യം ചെയ്യലൊക്കെ ഞാൻ ആയിക്കോളാം. ഈ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് ആണ്. ഏയ് എടാ നീർക്കോലി പയ്യ, ഇന്നലെ രാത്രി നീ ഞങ്ങളുടെ ടെന്റിന്റെ പുറകെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മര്യാദക്ക് പറഞ്ഞോ 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 പറഞ്ഞോ, ഇപ്പൊ തന്നെ പറഞ്ഞോ. എന്നോടൊന്നും ചോദിക്കല്ലേ, എന്തേലും ഉണ്ട് ഇത് അവന്റെ അടുക്ക ചോദിച്ചോ. ആരോടാ ചോദിക്കേണ്ടത്? പറ 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 പറ. ഇവിടെയെങ്ങും ആരുമില്ലല്ലോ. ആരോട് ചോദിക്കാനാ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഇനി പറ, ഇന്നലെ രാത്രി ടെന്റിന്റെ പുറകിൽ എന്തെടുക്കുമായിരുന്നു? നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ എന്ത് നല്ല മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർത്തോ, കാർണിവലിന്റെ രാത്രിക്ക് മുമ്പ് ഇവിടുന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ ആരും ബാക്കി കാണില്ല. അല്ല നീ എന്താ ഈ പറയുന്നത്? ആരും രക്ഷപ്പെടില്ല എന്ന് വെച്ചാ? അതെനിക്ക് ശരിക്കും അറിയില്ല. അത് നിങ്ങളോട് എന്റെ ബോസ് പറയും. അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. മോട്ടു, എനിക്കിപ്പോ തോന്നുന്നു അവൻ പിന്നെ ഓടി രക്ഷപ്പെട്ടെന്നാ. നമുക്ക് ഇവിടുത്തെ പോലീസ് ഇൻചാർജിനോട് ഈ വിവരം പറഞ്ഞേ പറ്റൂ. വേഗം വാ. കാർണിവലിന്റെ അന്ന് രാത്രി എല്ലാം തീരും, എല്ലാം തീരും. കമ്മീഷണർ ഹർബാൽ സിംഗ് എന്നാണ് എന്റെ പേര്. സ്നേഹം കൊണ്ട് ആളുകളെ ഹാരി എന്ന് വിളിക്കോ. ചെന്ന് വീട്ടിൽ പോയി മനസമാനത്തോടെ വിശ്രമിക്ക. ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഈ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? സർ, ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ആരാ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. ഐ ആം ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. നീ വെറും സാധാരണ ഒരു ഇൻസ്പെക്ടർ ആണ്. ഹൗ ഡെയർ യു ഓഫർ എ ഷേക്ക് ഹാൻഡ്? അതിന് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? സല്യൂട്ട് മീ. സോറി സർ, സോറി സർ. യെസ് സർ, സല്യൂട്ട്. അറ്റൻഷൻ. പൊളിച്ചെടുത്തല്ലോ കമ്മീഷണർ സാറേ. പെരേഡൊക്കെ പിന്നെ നടത്താം. ആദ്യം ഐലൻഡ് രക്ഷിക്കണം സാറേ. എന്റെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആണ്. ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല. ഓ, പിന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇതറിഞ്ഞാൽ ആളുകൾ
വെറുതെ പേടിച്ചു പോവും. All of you, attention. About turn. March fast. Left, right, 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 left. എന്റെ അമ്മോ, മുന്നിലൊരു വലിയ മതിലുണ്ടല്ലോ. പെരേഡാണെങ്കിൽ നിർത്താനായാലും പറയുന്നില്ല. Left, right, 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 left. Parade stop. ഇപ്പോഴാണ് നിർത്താൻ പറയുന്നത്. നിങ്ങൾ പറയാൻ വന്ന കാര്യം കമ്മീഷണർ എന്നോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഹാരി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. അയാൾ എന്റെ പുതിയ സെക്യൂരിറ്റി കമ്മീഷണറാണ്. അയാളുടെ അറേഞ്ച്മെന്റ്സ് നോക്കൂ. ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഡോർ വിൻഡോ ക്ലോസ്. വാവ്, നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ എല്ലാം അടഞ്ഞല്ലോ. ഇവിടെ ഒരു പരുന്ത് പോലും പറക്കില്ല അല്ലേ? ഇനി അഥവാ പരുന്ത് വന്നാൽ തന്നെ പുറത്തേക്ക് പോകാനാകില്ല. അതെന്താ പുറത്തു പോകാൻ പറ്റാത്തത്? എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിരിക്കുകയല്ലേ? എങ്കിൽ ശരി, നിങ്ങളൊന്ന് പുറത്തു പോയി കാണിക്കാമോ? ഇതെന്തൊരു മാന്ത്രികതയാണ്! ഇവിടെ അവിടെയും ഇവിടെയും ഒക്കെ വാതിലും ജനലും കാണാം. പക്ഷെ അതൊന്നുമല്ല. പിന്നെ എവിടെ കാണുന്നില്ലയോ അവിടെയുണ്ട്. ഇത് നോക്കൂ. മുത്തശ്ശ, ഒരു വീടിന് സെക്യൂരിറ്റി കൊടുക്കുന്നതൊക്കെ വലിയ എളുപ്പമാണ്. പക്ഷെ ഈ മുഴുവൻ ഐലൻഡിനും ഇതുപോലത്തെ സെക്യൂരിറ്റി കൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. കാർണിവലിന്റെ രാത്രി ഇവിടെ ഒരുപാട് ആളുകൾ വരും. നല്ല ആൾക്കൂട്ടം ഉണ്ടാവും. ഹാരി സാറിന് എവിടെയെല്ലാം നോക്കിയിരിക്കാൻ കഴിയും. എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാൽ എല്ലാം അതോടെ അവസാനിക്കും മുത്തശ്ശ. എന്റെ പത്ലു, ഹാരി ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അയാൾ ഉള്ളിടത്തോളം കാലം ഈ ഐലൻഡിന് ഒന്നും സംഭവിക്കില്ല. നീ വിഷമിക്കാതിരിക്കും. ഓക്കേ മുത്തശ്ശ, ഓക്കേ. പക്ഷേ ഇവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. നോക്കിക്കോ. ഓട്ടോ പത്തിലൂടെ എങ്ങനെയാണ് മനസ്സിലായത്? കാർണിവലിന്റെ രാത്രി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അവരെങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കറിയില്ല സാർ. പക്ഷെ ഇക്കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഈ മോട്ടുപത്തിനും എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. കാർണിവൽ ഐലൻഡിൽ എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് അറിയാൻ പറ്റാം. അതാണ് ഞാൻ. എനിക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇനി മോട്ടോ പത്തിലൂടെ എന്റെ ഏജന്റ് എക്സ് തന്നെ തടഞ്ഞോളൂ. ഏജന്റ് എക്സിനെ വിളിക്കൂ പെട്ടെന്ന്. ഏജന്റ് എക്സ്, എന്നെ എന്തിനാണ് ഇപ്പൊ വിളിച്ചത്? മോട്ടോ പത്തിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ ആളുകളെ തന്നെ തല്ലിയവേ. ഇവനെ തല്ലി, അവനെ തല്ലി, അവനെ തല്ലി, ഇവനെ തല്ലി, ഇവനെയും തല്ലി, പിന്നെ ഇവനെയും കൂടി തല്ലി. അവന്മാരെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ എന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം.
കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അറിയില്ല, വാ നോക്കി നോക്കാം. അവിടെ നിക്ക. കൂട്ടുകാരെ, എനിക്കൊരു ഫിലിമിന്റെ CD ലഭിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് കാർണിവലിൽ നിന്ന് രാത്രി തന്നെ പൊട്ടിത്തെറിക്കണം. മൊത്തം തകർന്ന് തരിപ്പണമാകണം. നിങ്ങളാവുമ്പോ ആർക്കും സംശയം കാണില്ല. ഇതാ 20 കോടി. പണി കഴിഞ്ഞതിന് ശേഷം 20 കോടിയും കൂടി തരാം. ഓക്കെ? Grandpa, you are finished. ബോസ്, ഈ പൈസയുടെ ബാഗ് മോട്ടു പത്ലുവിന്റെ ടെന്റിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ ഈ ബോംബുകളും അവരുടെ ഫ്ലോട്ടിൽ നിന്നും കിട്ടി. മോട്ടു പത്ലു, നിങ്ങൾ? അതെ, ഇത് കള്ളമാണ്, വിശ്വസിക്കരുത്. അത് ഞങ്ങളല്ല, ആരോ നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണ്. മോട്ടു പത്ലു, parade starts. Attention! Standards. എന്റെ പത്ലു ഒന്ന് പതുക്കെ ചെയ്താലെന്താ നിനക്ക്? Cadets, ഇവരെ എവിടെ നിന്ന് കൊണ്ടുപോവോ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? എന്നോട് എന്തിനായിരുന്നു ഈ ചതി? എന്നോട് എന്തിനീ വിശ്വാസവഞ്ചന ചെയ്തു? എന്തുകൊണ്ട് പറയൂ? ഒന്നും മിണ്ടാത്തതെന്താ? എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് എന്തിനാണെന്ന്? മുത്തശ്ശ, ഞങ്ങളെ ആരോ ചതിച്ചതാണ്. ഇത് ആരുടെയോ കളിയാണ്. കാതുകൊണ്ട് കേൾക്കുന്നത് ഒരുപക്ഷെ നുണയായിരിക്കാം, പക്ഷെ കണ്ണുകൊണ്ട് കണ്ടത് ഒരിക്കലും നുണയായിരിക്കില്ല. നിങ്ങളിപ്പോ ഇവിടെ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ കള്ളമാണ്. ഒരു ദിവസം ഞങ്ങൾ ഇതെന്തായാലും തെളിയിച്ചിരിക്കും. ആ കമ്പി വളച്ച സ്ഥിതിക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. ശരി, വീണ്ടും വളയ്ക്കേ. ഓ സോറി, ദേഷ്യം വന്നപ്പോ എനിക്ക് നല്ലോണം വളയ്ക്കാൻ പറ്റി. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ലല്ലോ പത്ലു. ഓഹോ,
കസീട്ടാ Don't worry, Motu Patlu. Why fear when Chingam is here? ഫ്ലോട്ടിന്റെ സമയമായി. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ആ ചുമക്കുന്നവനെ ഒന്നുകൂടെ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ. മോട്ടു, നിന്നെ ഏതോ ഒരു ഏജന്റ് എക്സ് ആണ് കുടുക്കിയിരിക്കുന്നത്. അവനൊരു ബോംബ് ഒരു ഫ്ലോട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല അത് ഏത് ഫ്ലോട്ടിലാണെന്ന്. എന്റെ അമ്മോ, അവര് തന്നെ അറിയില്ല ഏത് ഫ്ലോട്ടിലാ ബോംബ് വെച്ചിരിക്കുന്നെന്ന്. ഇത് കണ്ടോ, ബുള്ളറ്റും ബോംബും. ഇവരാണ് നമ്മുടെ മാസ്ക് ധരിച്ച് നമ്മളെ കുടുക്കിയത്. മോട്ടോ, ഇത് കേക്ക്. ഞാനും ഡോക്ടർ ജഡ്കയും ഫ്ലോട്ടുകളിൽ ബോംബ് അന്വേഷിക്കാം. നീ ബുള്ളറ്റിനെയും ബോംബിനെയും അന്വേഷിക്ക്. ചിങ്കം സാർ നിങ്ങൾ മുത്തശ്ശന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞു കൊടുക്ക്. മോട്ടോ ആ മെസ്സേജും ഫോട്ടോയും ചിങ്കം സാറിന്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യേ. അപ്പൊ അത് മുത്തശ്ശനെ കാണിക്കാമല്ലോ. കമോൺ, ലെറ്റ്സ് ഗോ. ടൈം കുറവാണ്. പിന്നെ ഓർമ്മിച്ചോളൂ, ജനങ്ങൾ ഒരിക്കലും ഈ കാര്യം അറിയാൻ പാടില്ല. അറിഞ്ഞാൽ എല്ലാവരും പാനിക് ആകും. എന്ത്? എനിക്കറിയാമായിരുന്നു മൂട്ടുമ്പത്തിലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. താങ്ക് യു ഫോർ ടെല്ലിംഗ് മീ ദിസ്. എല്ലായിടത്തും ജാഗ്രത വേണം. കമ്മീഷണർ ഹാരി എല്ലായിടത്തും ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും വേഷം മാറി പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. സംശയാസ്പദമായി ആരെയെങ്കിലും കണ്ടാൽ ഉടനെ പിടിക്കാനായി. ഓക്കേ സർ. ബുള്ളറ്റ്, ബോംബ്, റിമോട്ടുമായി അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി മുത്തശ്ശന്റെയും കാർണിവൽ ഐലൻഡിന്റെയും അവസാനമായിരിക്കാം. ആ റിമോട്ട് ഇനി എനിക്ക് തരൂ. അവിടെ നിൽക്കേ. ഈ മോട്ടുപത്തിൽ എങ്ങനെ ഇവിടെ എത്തി? ഏജന്റ് എക്സിനെ വിളിക്ക. ബുള്ളറ്റ്, ബോംബ്, രണ്ടുപേരുടെ എത്രയും പെട്ടെന്ന് ഏജന്റ് എക്സിനെ ഫോൺ വിളിക്കാൻ പറയൂ. വേഗം. ഓക്കേ മകരാൽ. ഹലോ മോട്ടു, സൂക്ഷിച്ചു പോണം. ഏജന്റ് എക്സ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. വരാൻ പറ. മകരാൽ, ഞാൻ ബുള്ളറ്റിനെയും ബോംബിനെയും ഫോൺ ചെയ്തു. ചോറിവിടെ കൂറവിടെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? അതൊരു പഴം ചൊല്ലാണ്. നീ ഇവിടെ നിന്ന് ബുള്ളറ്റിനെയും ബോംബിനെയും ഫോൺ വിളിച്ചപ്പോ ആ സമയത്ത് ബുള്ളറ്റിന്റെയും ബോംബിന്റെയും കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല സ്ക്രീനിൽ. പകരം മോട്ടു ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു.
ഇത് വെറും മുതലകളുടെ കണ്ണീരല്ല, ഇത് മുതലാളുടെ കണ്ണീരാണ്. ഈ കണ്ണുനീരിന് ആരായാലും എന്തായാലും ഉത്തരം നൽകിയേ മതിയാവൂ. ഇപ്രാവശ്യം മോട്ടും പതിലുണ്ടെയും കൂടെ ചേർന്ന് നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ? പടയാളികളെ, എന്റെ പ്ലെയിൻ എടുത്ത് പിസ്റ്റോളിനെ അതിനകത്തേക്കിട്. അവിടെ നിൽക്കാൻ. കണ്ടില്ലേ, ഏജന്റ് എക്സ് ഹാരിയാണ്. എന്നിട്ട് ഇവൻ നമ്മളെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു. താങ്ക് യു എപ്പോഴും ചുമക്കുന്ന ചേട്ടാ. നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ തന്നു, പക്ഷെ ബോംബ് മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. പെട്ടെന്ന് എന്തേലും ചെയ്യൂ മോട്ടു, സമയം കുറവാണ്. പത്തുലു, ഏജന്റ് എക്സ് ആ കമ്മീഷണർ ഹാരിയാണ്. എന്റെ മുൻപിൽ ബോധം കെട്ട് കിടപ്പുണ്ട്. ബുള്ളറ്റും ബോംബുമാണ് ആ റിമോട്ട് എടുത്ത് പോവുകയും ചെയ്തു. റിമോട്ട് പൊട്ടിയിട്ടുണ്ട്, പക്ഷെ അത് റിപ്പയർ ചെയ്യാൻ സാധിക്കും. നമുക്കാണെ സമയവുമില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യണ്ടേ പത്തുലു? ഐഡിയ. എല്ലാ ഫ്ലോട്ടുകളും ആകാശത്തേക്ക് പറപ്പിച്ചാൽ പിന്നെ ഭൂമിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ല. അപ്പൊ ശരി, ഞാൻ തയ്യാറെടുപ്പ് നടത്തട്ടെ. ഡോക്ടർ ജഡ്കയോട് ചോദിക്കട്ടെ, നമുക്ക് ഫ്ലോട്ടുകളെ പറപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമ്മുടെ ഫ്ലോട്ടിന് പറക്കാൻ കഴിയും. ബാക്കി ഫ്ലോട്ട്സ് അതിന്റെ പുറകെ ഓടിയാ മതി, അതിനും പറക്കാൻ കഴിയും. പെട്ടെന്ന് റിമോട്ട് ശരിയാക്ക. ഞാൻ എന്റെ കൈ കൊണ്ട് ആ ബട്ടൺ അമർത്താൻ ആഗ്രഹിക്കുന്നു.
ഞാൻ എല്ലാ ഫ്ലോട്ടുകളും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. എല്ലാ ഫ്ലോട്ടുകാരോടും ഞാൻ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞു. മുത്തശ്ശനോടും എല്ലാം ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും ആരും പാനിക് ആകാൻ പാടില്ലെന്ന്. ഇപ്പൊ എല്ലാ ഫ്ലോട്ടും ഒഴിഞ്ഞു കിടക്കാണ്. അതിനകത്ത് ആരുമില്ല. എല്ലാവരും സ്റ്റേജിനടുത്താണ്. കാർണിവൽ പോകുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. നിങ്ങൾ ഒരുപാട് കാർണിവൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഫ്ലോട്ട് പരത്തുന്നത് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത്. ഇപ്പൊ എല്ലാ ഫ്ലോട്ടും പറക്കും. ഇതാണ് ഈ കാർണിവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോളൂ. All the best, Motu Patlu. All the best. ഇതെന്തായി സംഭവിക്കുന്നത്? ഫ്ലോട്ട്സ് എങ്ങനെയാ പറക്കുന്നത്? സാർ, ഇത് മൊത്തം മോട്ടു പത്ലുവിന്റെ കളികളാണ്. അവര് ബോസിന്റെ എല്ലാ പ്ലാനുകളും ബൂമെന്ന് പൊത്തിച്ചു. റിമോട്ട് ശരിയാക്കാൻ നോക്ക്. റിമോട്ട് ശരിയായി, റിമോട്ട് ശരിയായി. ഇനി ഇതുകൊണ്ട് ഡിസ്കൂ വെക്കാം. ഇല്ല, റിമോട്ട് ഇപ്പൊ പ്രസ് ചെയ്യല്ലേ. ആദ്യം അവന്മാരെ ഫ്ലോട്ട്സ് എല്ലാം ആക്രമിച്ച് അതിന് ലാൻഡ് ചെയ്യിപ്പിക്കണം. ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിച്ചാൽ ഐലൻഡിനും ഗ്രാൻഡ് പാക്കും ഒന്നും സംഭവിക്കില്ല. എങ്ങനെയും ഫ്ലോട്ട്സിനെ ആക്രമിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കാൻ നോക്ക. ബോസ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ എക്സ്പെർട്ടാ. എന്താ ബോസ് അവർക്ക് കൊടുക്കേണ്ടത്? ഇഡ്ലി, സാമ്പാർ, വട, ഊത്തപ്പ, റവ ദോശ, ദം ബിരിയാണി, കായ്ക്ക ബിരിയാണി, എന്ത് ബിരിയാണി അവർക്ക് കൊടുക്കേണ്ടത്? അവന്മാരെ അടിച്ചടക്കി ഫ്ലോട്ട് കീഴടക്കാൻ നോക്ക്. എന്നിട്ട് താഴെ ഇറക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ഈ ഗാഡ്ജറ്റിന്റെ റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കിക്കോണം ബോംബ് അടുത്ത് എവിടെയുണ്ടെന്ന്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ബോംബ് കണ്ടുപിടിക്കണം. എന്റെ അമ്മോ, ഇതാ റെഡ് ലൈറ്റ് കത്താൻ തുടങ്ങിയല്ലോ. മോട്ടു, താനെന്താ അത് ശരിക്കും ചെക്ക് ചെയ്തില്ലേ? ഇത് കണ്ടോ? റെഡ് ലൈറ്റ്. ബോംബ് ഇപ്പൊ നമ്മുടെ ഫ്ലോട്ടിലാണ് വെച്ചിരിക്കുന്നത്. മുകളിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ നേരത്തെ തന്നെ തപ്പി നോക്കിയതാ. അപ്പൊ അതിനർത്ഥം ബോംബ് താഴെയാ വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ താഴെ പോയി ബോംബിനെ ഡിഫ്യൂസ് ചെയ്യാം. ഫ്യൂസ് 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 ഡിഫ്യൂസ്. ഇതെന്താ ബോംബിന്റെ കൃഷി നടത്തണ്ടോ അവിടെ? കുഴപ്പമില്ല. When Chinkam is here, no fear. Yeah.
വേണ്ട വേണ്ട എന്നെ എന്തിനാണ് ഇങ്ങനെ തലക്കും വിലക്കും അടിക്കുന്നത്? മഗ്രാലും മുകളിലുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അവരോട് പോയി ഏറ്റുമുണ്ട്. എന്റെ അമ്മ. ഫ്രാങ്കോ! ഇല്ല, ഇതെങ്ങനെ സംഭവിക്കാം? എന്റെ ക്രാങ്കോ ഭയന്നിരിക്കുന്നു. ക്രാങ്കോ, ക്രാങ്കോ! ക്രാക്കോയ്ക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി നീ വേണം മനസ്സിലാക്കാൻ. സറണ്ടർ ആയിക്കോളൂ. വരൂ മോട്ടു, ഫൈറ്റ് ചെയ്യാ. Come on, fight! മോട്ടു, ഫൈറ്റ് ചെയ്യാ, ഫൈറ്റ് ചെയ്യാ. ഇത് മാഗ്നറ്റിക് ഷൂസ് ആണ്. പ്ലെയിൻ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഫുർഫുറി നഗറിലെ കൊതുക് മകരാളുടെ അടുത്ത് പൊരുതാറോ നീ? ഞാൻ നിന്നെ കൊതുകിനെ കൊല്ലുന്ന പോലെ കൊന്നു കളയും. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. എന്റെ അമ്മോ, ആരോ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യണം. മകരാൾ ഒരിക്കലും തോൽവി സമ്മതിക്കാറില്ല. For the plan!
ചേട്ടാ, അത്ര പെട്ടെന്നൊന്നും ഞാൻ തോൽവി സമ്മതിക്കുന്ന ആളല്ല. ഇനി യുദ്ധം തുല്യന്മാര് തമ്മിൽ. മോട്ടു, പ്ലീസ് എന്നെ രക്ഷിക്ക, പ്ലീസ് ഹെൽപ്പ്. ഞാൻ തോറ്റു, ഞാൻ തോൽവി സമ്മതിച്ചു. രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. ഇനി വരും 3 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്റെ അമ്മോ, ഇനി വെറും 3 മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അതിന്റെ ഉള്ളിൽ കുറെ ബോംബ് ഡിഫ്യൂസ് ചെയ്യാനുണ്ട്. അത് നടക്കുന്നു തോന്നുന്നില്ല. അതെ, ഫ്ലോട്ടിന് എത്രത്തോളം മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകൂ. ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലും മുത്തശ്ശന്റെ ഐലൻഡിനെയും പിന്നെ അവിടെയുള്ള ജനങ്ങളെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഞാൻ സന്തുഷ്ടനാണ്, കാരണം നമ്മൾ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയിലും ഒന്നിച്ചാണ്. സോറി ചിങ്കം സാറേ, ഡോക്ടർ ജഡ്ക സോറി. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇവിടേക്ക് വരേണ്ടി വന്നു. പത്ലു, എനിക്ക് അവന്റെ ആ ചിരി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറുമില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. നമുക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്താ? ഫ്ലോട്ടിന്റെ ഏത് പ്ലേറ്റിലാണ് ബോംബ് വെച്ചിരിക്കുന്നത് അതെടുത്ത് മാറ്റിയാ പോരെ. വേഗം വരൂ. എന്റെ ബ്രോ, ഇത് അടിപൊളി ഐഡിയ ആണ്.
ഇനിയും 10 സെക്കൻഡ് ബാക്കിയുണ്ട്. ഇത് അവന്റെ ബോംബാണ്, അവന് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. വേണ്ട, വേണ്ട. 5 4 3 2 1. ഇത് മുതലകളുടെ കണ്ണീരല്ല, ഇത് മുതലാളുടെ കണ്ണീരാണ്. അത് കണ്ടല്ലോ, കാർണിവലിന്റെ ഒരു പുതിയ നിറം കിട്ടിയിരിക്കുന്നേ. ഇങ്ങനെ ആദ്യമായിട്ടാവും ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക. ആ സീതാറാംജി, എന്താ ഇത്? സൂക്ഷിച്ച്. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.